മനുഷ്യരിങ്ങോട്ട് തിരിച്ചു വരും. കാരണം വെച്ച് കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് അവർ അധിവസിച്ചിരുന്ന പ്രദേശമാണ്. അവർ തിരിച്ചു വരുമ്പോൾ തിരിച്ചു വരുന്നത് ഈ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിലായിരിക്കുന്നു, അത് സുസ്ഥിരമായി അവിടെ ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അവർ തിരിച്ചു വരുന്നത്. അത് എത്രത്തോളം എന്താ പറയുക ഉറപ്പുള്ളതാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വെടിനിർത്തൽ കരാർ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇത് എൻഫോഴ്സ് ചെയ്യാനായിട്ട് എന്ത് മെക്കാനിസമാണ് ഉണ്ടായിരിക്കുന്നത്? ഇപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെയോ അല്ലെങ്കിൽ ഇതര ഏജൻസികളുടെയോ എന്തെങ്കിലും ഒരു മെക്കാനിസം ഈ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിലാണ്, അതിനനുസരിച്ചുള്ള വ്യവസ്ഥകൾ നടപ്പാക്കപ്പെടുന്നു, അങ്ങനെ എന്തെങ്കിലും സംവിധാനം ഉണ്ടോ? അങ്ങനെ ഒരു സംവിധാനവുമില്ല. ഇപ്പോൾ അവിടെ ആകെയുള്ള ഏക മെക്കാനിസം ട്രംപാണ്. ട്രംപ് നിലവിലുള്ള സമീപനം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അത് തുടരും. അതല്ല, ട്രംപ് അദ്ദേഹത്തിൻ്റെ സമീപനത്തിൽ മാറ്റം വരുത്തിയാൽ വീണ്ടും യുദ്ധം തുടങ്ങും. ഇപ്പോൾ യുണൈറ്റഡ് നേഷൻസോ ആഗോള അടിസ്ഥാനത്തിലുള്ള മറ്റേതെങ്കിലും ഏജൻസികളോ ഫലപ്രദമായി പ്രവർത്തിക്കും എന്ന് കരുതാൻ സാധിക്കില്ല. മാത്രമല്ല, ട്രംപ് ഒരു ഡിസ്റപ്റ്റർ ആയി മാറിക്കഴിഞ്ഞു. ഇൻ്റർനാഷണലിസത്തിൻ്റെ ഡിസ്റപ്റ്ററാണ് അദ്ദേഹം. UN പ്രവർത്തനക്ഷമമല്ലാതായി മാറി. WHO-യിൽ നിന്ന് അദ്ദേഹം പിൻവാങ്ങി. അതുപോലെ പാരീസ് ഉടമ്പടിയിൽ നിന്ന് കഴിഞ്ഞ തവണ തന്നെ പിൻവാങ്ങിയിരുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി പിൻവാങ്ങിയിട്ടുണ്ട്. അപ്പം ലോകത്തിലെ ഒരു ഇൻകംബൻറ്റ് സൂപ്പർ പവർ എന്ന നിലയ്ക്ക് അമേരിക്ക ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി എന്ന നിലയ്ക്കും ഈ അന്താരാഷ്ട്ര സ്ഥാപനങ്ങളെ നിലനിർത്തുന്നതിലും ഇൻ്റർനാഷണലിസം മുന്നോട്ട് കൊണ്ടുപോകുന്നതിലും അമേരിക്കയ്ക്ക് വലിയ റോളുണ്ട്. അവിടെ നിന്ന് ഈ മൾട്ടി പോളർ വേൾഡ് ഇൻ്റർനാഷണലിസം അവിടെ നിന്നൊക്കെ പിന്മാറി അദ്ദേഹം ബയലാറ്ററലിസത്തിലേക്ക് പിന്മടക്കം നടത്തി. അമേരിക്കയും മറ്റു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിനപ്പുറത്തേക്ക് ഈ സാർവദേശീയമായ ബന്ധങ്ങളും കാര്യങ്ങളൊന്നും ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകില്ല എന്ന ഒരു നയമാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്. അപ്പോൾ അതായിരിക്കും ഇപ്പം നിലവിൽ വെടിനിർത്തൽ കരാർ പ്രായോഗത്തിൽ വരുവാൻ അദ്ദേഹത്തിൻ്റെ വരവ് ഒരു കാരണമായിട്ടുണ്ട്. ഇനി അങ്ങോട്ട് പോകുമ്പോഴും അദ്ദേഹത്തിൻ്റെ ട്രംപിൻ്റെ നിലപാടുകൾ വളരെ പ്രസക്തമാകും. അതോടൊപ്പം ഗസയിൽ നിന്നിപ്പോൾ സംഘർഷം ഇങ്ങോട്ട് വ്യാപിച്ചിട്ടുണ്ട്. അവർ വെസ്റ്റ് ബാങ്കിലേക്ക് വ്യാപിച്ചു. മാത്രമല്ല, ബൈഡൻ ഭരണകൂടം വെസ്റ്റ് ബാങ്കിലേക്കുള്ള ജൂത കുടിയേറ്റങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. ആ നിരോധനം ട്രംപ് പിൻവലിക്കുകയും ചെയ്തു. അപ്പോൾ എന്ന് വെച്ചാൽ ഗസ മേഖലയിലേക്ക് വലിയ രൂപത്തിൽ ജൂത കുടിയേറ്റം ഉണ്ടാകും. അപ്പോൾ ഞാൻ കാണുന്ന ഒരു വസ്തുത, ഇസ്രായേൽ ഒരുപക്ഷെ ഗസയിൽ അധിനിവേശം നടത്തുവാനോ ഗസയിൽ പുതിയ സെറ്റിൽമെൻറ്റുകൾ ഉണ്ടാക്കാനോ പരിശ്രമിക്കില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ടാണ് അവർ ആ മേഖലയെ തകർക്കാവുന്നതിൻ്റെ പരമാവധി തകർത്തത്. 2005 ആ ഗസയിലുള്ള ഇസ്രായേലി സെറ്റിൽമെൻറ്റുകൾ മുഴുവനും തകർത്ത് പൂർണ്ണമായും ഇസ്രായേൽ പിന്മാറിയതാണ്. അപ്പോൾ ഗസയുടെ സവിശേഷമായ പ്രത്യേകത വെച്ചും അവിടുത്തെ ജനങ്ങളുടെ പ്രതിഷേധത്തിൻ്റെ രൂപം കണക്കാക്കിയും പിന്നെ റിസോഴ്സസിൻ്റെ കുറവും ഇതൊക്കെ കൊണ്ട് ഇനി ജൂത സെറ്റിൽമെൻറ്റുകൾ ഗസയിൽ ഉണ്ടാക്കാനുള്ള താല്പര്യം അവർക്കില്ല. അങ്ങനെ വരുമ്പോൾ ഈ ഗസയ്ക്കും ഇസ്രായേലിനും ഇടയ്ക്ക് വലിയ ബഫർ സോണുകൾ ഉണ്ടാക്കി ഇസ്രായേലിൻ്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക എന്നതായിരിക്കും അവർ ആലോചിക്കുക. മെഡിറ്ററേനിയൻ കടലിൽ നിന്നും വടക്ക് കിഴക്കൻ ഇസ്രായേൽ അതിർത്തി മേഖലയിൽ നിന്നും പൂർണ്ണമായി ഗസ സെറ്റിൽമെൻറ്റുകളെ ഐസൊലേറ്റ് ചെയ്ത് മാറ്റി നിർത്തുന്ന തരത്തിലായിരിക്കും ഇനി അവിടെ സെറ്റിൽമെൻറ്റുകൾ നിർമ്മിക്കുക. അതേസമയം വെസ്റ്റ് ബാങ്കിൽ ഇപ്പോൾ തന്നെ 67% വരുന്ന വെസ്റ്റ് ബാങ്കിൻ്റെ പ്രദേശങ്ങൾ അവരുടെ നിയന്ത്രണത്തിലാണ്. വെസ്റ്റ് ബാങ്ക് വളരെ സമ്പുഷ്ടമായ പ്രദേശമാണ്. കാരണം വെള്ളമുണ്ട്, ജോർദാൻ റിവർ അതിൽ ഒഴുകുന്നു, വെള്ളമുണ്ട്, പല മേഖലയിലും കൃഷി നല്ല രൂപത്തിൽ നടത്താൻ കഴിയുന്ന പ്രദേശമാണ്. അപ്പോൾ അതുകൊണ്ട് ജൂത സെറ്റിൽമെൻറ്റുകളെല്ലാം വെസ്റ്റ് ബാങ്കിലേക്ക് കേന്ദ്രീകരിക്കുക എന്ന നിലയിലാണ് അവരുടെ താല്പര്യങ്ങൾ പോകുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ ട്രംപ് ഒരു ലെവലർ എന്ന നിലയ്ക്ക് ഇതിൽ എത്ര കാലം നിൽക്കും, അഥവാ ട്രംപിൻ്റെ വീറ്റോ, ഇനി അവിടെ യുദ്ധം തുടങ്ങരുത്, അഥവാ യുദ്ധം അവസാനിപ്പിക്കണം, വെടിനിർത്തൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ വീറ്റോയുടെ ശക്തി. അപ്പോൾ ട്രംപിനെ സംബന്ധിച്ച് പറയുമ്പോൾ അദ്ദേഹം എത്ര കാലം ഈ നിലപാടിൽ ഉറച്ചു നിൽക്കും എന്നും പറയാൻ സാധിക്കില്ല. പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം ഈ താങ്കൾ സൂചിപ്പിച്ചത് വളരെ പ്രസക്തമാണ്, അഭയാർത്ഥികളുടെ കാര്യം. ഇപ്പോൾ 48 മുതൽ ഇങ്ങോട്ടുള്ള ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇസ്രായേൽ രൂപീകരിക്കുന്നതിന് മുമ്പ് ഹഗാന, ഇർഗം, സ്റ്റേൺ ഗാങ് എന്നൊക്കെ പറഞ്ഞ ഇസ്രായേലി കുടിയേറ്റക്കാരുടെ തീവ്ര സായുധ സംഘങ്ങളുണ്ട്. ഇവർ അറബ് ഗ്രാമങ്ങളിൽ കടന്നു കയറി അവിടെ ഭീതി സൃഷ്ടിച്ച് ഇവരെ പലായനത്തിന് പ്രേരിപ്പിക്കുകയായിരുന്നു.
അങ്ങനെ 48-ലെ യുദ്ധത്തിൽ പലായനം ചെയ്ത് രക്ഷപ്പെട്ടു വന്ന ആളുകളാണ് ഇന്ന് ഗസൻ പോപ്പുലേഷനിലെ വലിയൊരു ശതമാനം ആളുകൾ. അന്ന് അവർ ഗസയിലേക്കാണ് രക്ഷപ്പെട്ടു വന്നത്. കാരണം ഗസ അന്ന് ഈജിപ്തിൻ്റെ നിയന്ത്രണത്തിൽ വന്നതുകൊണ്ട്. ഈ യുദ്ധത്തിൻ്റെ ഒരു പ്രത്യേകത 463 ദിവസം തുടർച്ചയായിട്ടുള്ള യുദ്ധം അവിടെ ഉണ്ടായി. അതിനാണ് ഇപ്പോൾ അറുതിയായത്, താൽക്കാലിക വെടിനിർത്തൽ. അത് 42 ദിവസത്തേക്കാണ് ആ താൽക്കാലിക വെടിനിർത്തൽ വരുന്നത്. ഈ പീരീഡ് എടുത്തു കഴിഞ്ഞാൽ ഗസയിലുള്ള ജനത അവിടുന്ന് പലായനം ചെയ്തിട്ടില്ല. അവർ ഒരു സ്ഥലത്ത് യുദ്ധം ഉണ്ടാകുമ്പോൾ യുദ്ധമില്ലാത്ത സ്ഥലത്തേക്ക് പോകും. ഒരു മേഖലയിൽ ബോംബിംഗ് ആകുമ്പോൾ അവർ വേറൊരു സ്ഥലത്തേക്ക് മാറും. ഖാൻ യൂനിസ് ആക്രമിക്കപ്പെടുമ്പോൾ അവർ റഫ മേഖലയിലേക്ക് പോകും. റഫ ആക്രമിക്കപ്പെടുമ്പോൾ അവർ നോർത്തേൺ ഗസയിലേക്ക് പോകും. അല്ലെങ്കിൽ ഗസ സിറ്റിയിൽ നിന്ന് തൊട്ടടുത്ത പ്രദേശത്തേക്ക് മാറും. അപ്പോൾ പാലസ്തീനികൾ തങ്ങൾ ചവിട്ടി നിൽക്കുന്ന മണ്ണ് ഉപേക്ഷിച്ച് മറ്റു രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്യാൻ ആകുന്നില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട പ്രതിരോധത്തിൻ്റെ പുതിയ രൂപമാണ്. അതുകൊണ്ടാണ് ഈ 46,788 ആളുകൾ ഇതിനകം കൊല ചെയ്യപ്പെടാനും 1,10,000-ത്തിലധികം ആളുകൾക്ക് മാരകമായി മുറിവേൽക്കാനുമുള്ള കാരണം ഗസ ഉപേക്ഷിച്ച് ഞങ്ങൾ പോകുന്നില്ല, മരിച്ചാൽ ഇവിടെ തന്നെ എന്ന് ആ ജനത തീരുമാനിച്ചുകൊണ്ടാണ്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം. അതുകൊണ്ട് അവർ, എനിക്ക് തോന്നുന്നു, ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടുള്ള സാഹചര്യമാണെങ്കിലും അവർ ഗസയിൽ നിലനിൽക്കും. ടെൻറ്റിൽ ജീവിക്കാനൊന്നും വലിയ പ്രയാസമൊന്നുമല്ല. അറബികൾ സഹസ്രാബ്ദങ്ങളായി ടെൻറ്റ് ഡ്വല്ലേഴ്സ് ആയിരുന്നു. അതിൻ്റെ ജീൻ അവർക്കുണ്ടല്ലോ. അതുകൊണ്ട് അവർ ടെൻറ്റ് കെട്ടിയിട്ടാണെങ്കിലും അതിജീവിക്കും, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ ആധുനിക മനുഷ്യന് ജീവിക്കാൻ പറ്റുന്ന മാന്യമായ എല്ലാ ജീവിത സാഹചര്യങ്ങളും ഉണ്ടായിരുന്ന നഗരങ്ങളാണല്ലോ ഇതൊക്കെ. ഖാൻ യൂനിസ് ആണെങ്കിലും ഗസ സിറ്റി ആണെങ്കിലും റഫ ആണെങ്കിലും ഇതൊക്കെ നല്ല വലിയ നഗരങ്ങളാണ്. ആധുനികമായ എല്ലാ സൗകര്യങ്ങളുമുള്ള നഗരങ്ങളാണ്. അതെല്ലാം പൂർണ്ണമായി തകർക്കപ്പെട്ടു. എങ്കിലും അവിടുത്തെ ജനത ഒരു റീകൺസ്ട്രക്ഷൻ്റെ ഭാഗമായി അവർ നശിപ്പിക്കപ്പെട്ടതെല്ലാം പുനർനിർമ്മിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്.